കോഴിക്കോട് മൂഴിക്കലിൽ 16-കാരിയുടേത് അരും കൊലയെന്ന് വ്യക്തമാവുന്നു. പെൺകുട്ടിയെ ബന്ധുവായ അദ്നാൻ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയെന്ന് പോലീസ്. പെൺകുട്ടിയുടെ മുത്തശ്ശിയെയും അദ്നാൻ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വായിലും മുഖത്തും സെല്ലോ ടേപ്പ് ചുറ്റിയ നിലയിലായിരുന്നു പ്രതിയുടെ മൃതദേഹം. അദ്നാൻ സ്ഥിരം പ്രശ്നക്കാരനെന്നാണ് പോലീസ് പറയുന്നത്. കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് പ്രതി വീട്ടിൽ കയറി എന്നാണ് സംശയിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഇച്ചിരി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. പോസിബിൾ സൂയിസൈഡാണ്, പക്ഷേ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ ഈ ചെക്കൻ ഇത്തിരി അലമ്പ് കളിച്ച ടൈമിന് ചെക്കനായിട്ട് വീട്ടിൽ കയറരുത്, ഈ വീട്ടിലെ വരരുത് പറഞ്ഞതാണ്. അല്ല, ഒരുമിച്ച് വീട്ടിൽ നിൽക്കുന്നതാണ്. വീട്ടിലെല്ലാവരും നല്ല ഫാമിലിയായിട്ട് എല്ലാവരും കുടുംബക്കാരൊക്കെ വരെ തന്നെ ഉണ്ടാവല്. പിന്നെ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ പറയാൻ നീ ഈ വീട്ടിലേക്ക് കയറണം പറഞ്ഞതാണ്. ചിലപ്പോൾ അതായിരിക്കും കാരണം. ഇല്ല, ഇന്നലെ രാത്രിക്കത്തെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. നമ്മളിത് സംഭവിച്ചാൽ പിന്നെ അറിഞ്ഞത്, പിന്നെ എങ്ങനെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇത് അടുത്ത് വേണ്ടിയിട്ട് മക്കൾ തന്നെയാണ്. പിന്നെ CCTV ഇവിടെ ഉണ്ട്. CCTVയിലൊന്നും കുടുങ്ങിയിട്ടില്ല. പിന്നെ വാതിൽ പൊളിച്ചതായിട്ട് കാണിക്കുന്നുമില്ല. അപ്പോൾ താക്കോലുണ്ടാക്കിയിട്ട് കൃത്യമായി താക്കോലുണ്ടാക്കിയിട്ട് അകത്ത് കയറി എന്നുള്ള നിഗമനം. എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഇനി എന്ന് കേൾക്കുന്നുണ്ട്. ഞാനൊരു 6 മാസം മുന്നേ ഞാനിവിടെ ജോലി ആയിരിക്കും വരലുണ്ട്. ഇവൻ എൻ്റെ സ്നേഹിതൻ്റെ വലിയ ഡ്രൈവറാണ് എൻ്റെ സ്നേഹിതൻ. ഓൻ്റെ കൂടുതലൂടെ ഒരാവശ്യത്തിന് വരലുണ്ട്. ഇവിടുന്ന് എന്താ പുറത്താക്കിയെന്നപ്പോൾ പറയുന്നത് കേൾക്കുന്നത്. അതിന് വ്യക്തമായിട്ട് പോലെ ഫാമിലി പ്രശ്നം എന്താണെന്നുള്ളത് കാരണം അറിയില്ല. CCTV ഒക്കെ ഓഫാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ബന്ധുക്കളെ, ചേട്ടത്തി അനിയത്തി മക്കളെ കുറേ പറഞ്ഞ് സംശയിച്ചു. പിന്നെ മഴു സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ട്, ഷാൾട്ടും ഇതൊക്കെയാണ്. ഇവിടെ മർക്കസിൽ പഠിക്കുകയൊക്കെ അതിന് ചെക്കൻ വലിയ ഇതിൽ പഠിക്കലും ഇവിടെ നിൽക്കലൊക്കെയാണ്. പിന്നെ ഇവിടെ പ്രശ്നക്കാരെ അങ്ങനെ ഒരു പ്രശ്നം കണ്ടില്ല. പിന്നെ പോയി ഓരോ സന്ദർഭങ്ങളല്ലേ, എന്തോ ഒരു വാശികൾ വൈരാഗ്യം ഉണ്ട് അങ്ങനെ കേട്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്നാൻ ഈ കുട്ടിയുടെ വീട്ടിൽ ഇവര് ചേട്ടത്തി അനിയത്തി മക്കളാണ്. കുറച്ച് ദിവസമായിട്ട് നാളുകളായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അദ്നാന്റെ സ്വഭാവ ദൂഷ്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അദ്നാനോട് വീട്ടിൽ കയറേണ്ടെന്ന് പറയുകയും പുറത്താക്കുകയും ചെയ്തുവെന്നാണ് അറിയുന്നത്. അതിനുശേഷം കള്ളത്താക്കൽ ഉപയോഗിച്ച് വീട്ടിലേക്ക് കടന്നു കയറി CCTV ഓഫാക്കി ഈ പെൺകുട്ടിയെ വകവരുത്തുകയായിരുന്നു. അപ്പോൾ എന്തോ ഒന്ന് തന്നെക്കുറിച്ച് ഈ പെൺകുട്ടിക്ക് അറിയാം, അത് പുറത്തു പറയുമെന്നുള്ള ഒരു ഭയം കൊണ്ട് അദ്നാൻ ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം. പക്ഷേ അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി എന്തിനു കൊലപ്പെടുത്തണം? മുത്തശ്ശിയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ സംശയമുണ്ടാവുന്നത് അദ്നാൻ കിടന്ന മുറിയിൽ അദ്നാന്റെ മുഖത്തും ഒക്കെ ഈ സെല്ലോ ടേപ്പ് ചുറ്റിയ നിലയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു വഴിയാണോ അദ്നാൻ തിരഞ്ഞെടുത്തത്? ആരാണ് ഈ സെല്ലോ ടേപ്പ് ചുറ്റിയത്? തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. എന്താണ് ഇതുവരെയും നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ അഭിജിത്ത്? അരുൺ, അങ്ങനെ തന്നെയാണ്. ചില ദുരൂഹതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാനായി അവിടെ ബാക്കിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എങ്ങനെയാണ് അദ്നാന്റെ മൃതദേഹത്തിൽ ഈ സെല്ലോ ടാപ്പുകൾ മുഖത്ത് ചുറ്റിയ നിലയിൽ കണ്ടെത്തിയത്? അതിനാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്. നമ്മൾ അല്പസമയം മുൻപ് സിറ്റി പോലീസ് കമ്മീഷണറോട് അക്കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇത് ആത്മഹത്യ തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ അപ്പോഴും എങ്ങനെയാണ് ഈ സെല്ലോ ടാപ്പ് ചുറ്റിയത് എന്നതിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷണത്തിന് ശേഷം പറയാം എന്നുള്ളതാണ് വ്യക്തമാക്കിയ കാര്യം. ഇതിലേതായാലും കൂടുതൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അരുൺ കുമാർ. നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ ഈ പ്രകോപനത്തിലേക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് അദ്നാൻ എത്തിച്ചേരാനുള്ള കാരണമായി പറയുന്നത് ഇത് തന്നെയാണ്. അദ്നാന് ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ ചില സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു. അത് ഈ പെൺകുട്ടി അറിയുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ഈ വിവരം ബന്ധുക്കളെ അറിയിക്കുന്നു. അതായത് പെൺകുട്ടിയുടെ അമ്മയെയും അമ്മൂമ്മയെയും ഒക്കെ അറിയിക്കുന്നു. അതിനുശേഷമാണ് ഇനി ഈ വീട്ടിലേക്ക് വരണ്ട എന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അദ്നാനോട് പറയുന്നത്. അതിനുശേഷം പിന്നീട് അദ്നാൻ അങ്ങനെ ഈ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നില്ല. പിന്നീട് അദ്നാൻ വീട്ടിലേക്ക് വരുന്നത് ഇന്നലെയാണ്. ഇന്നലെ രാത്രിയോടുകൂടി അദ്നാൻ ഈ വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം അയാൾ ഈ വീടിൻ്റെ മുകളിലെ നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം. അതായത് ഈ വീട് ആരും തുറന്നു കൊടുത്തിട്ടില്ല, ബലം പ്രയോഗിച്ച് തുറന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. അപ്പോൾ എങ്ങനെ അദ്നാൻ ഈ വീട്ടിൻ്റെ മുകളിലെ നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് ഉത്തരം കിട്ടേണ്ട മറ്റൊരു ചോദ്യം. ഇയാൾ കള്ളത്താക്കോൽ സംഘടിപ്പിച്ചാണോ മുകളിൽ ഈ പൂട്ട് തുറന്ന് അകത്തേക്ക് കയറിയത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം അരുൺകുമാർ, നിരവധി CCTV ക്യാമറകൾ കൂടിയുണ്ട്. അതായത് വരികയാണെങ്കിൽ ആരെങ്കിലും ഇവിടേക്ക് എത്തുകയാണ് എങ്കിലൊക്കെ ഇവിടെ ഇത് പതിയും. ഈ CCTV ക്യാമറകളിൽ അത് പതിയാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നിലവിൽ ഈ CCTV ക്യാമറകളൊക്കെ ഓഫ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട്.
ഈ മുകളിലെ നിലയിലേക്ക് അതിനാൻ എത്താൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലം കൂടിയാണ്. ഒരു പക്ഷേ ഇതുവഴിയൊക്കെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് കയറുന്ന് അവിടെ നിന്ന് മുകളിലേക്ക് കയറാനൊക്കെയുള്ള സാഹചര്യങ്ങൾ സാധ്യതയൊക്കെ അതിനാനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും തൻ്റെ സ്വഭാവ ദൂഷ്യം, താൻ ഉണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടുകാരറിയുകയും തന്നോട് ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞതിലുള്ള ദേഷ്യം, ആ പക കാരണമാണ് ഈ ഒരു ക്രൂരകൃത്യം ഇവിടെ അരങ്ങേറിയത് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ള വിവരം. അതിൽ സംഭവിച്ചത് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇങ്ങനെയാണ്. അതിനാൽ ഈ വീട്ടിലേക്ക് എത്തുന്നു, ശേഷം ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ അതിനാൽ നേരെ പോകുന്നത് ഈ പെൺകുട്ടിയുടെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. മുത്തശ്ശിയെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം അതിനാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അത് അവിടെ ഫലം കണ്ടില്ല. ഈ മുത്തശ്ശി ഞെട്ടി ഉണരുന്നു, ബഹളം വയ്ക്കുന്നു. അതിനുശേഷം ഈ മുത്തശ്ശി മുകളിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച, മുകളിലത്തെ നിലയിൽ ഈ പെൺകുട്ടി 16-കാരിയായ പെൺകുട്ടി മരിച്ച നിലയിലാണ്. തൊട്ടപ്പുറത്തെ മുറിയിൽ അതിനാനെയും കണ്ടു എന്ന് പറയുന്നു. ഉടൻ തന്നെ അതിനാനുള്ള മുറിയുടെ വാതിൽ പൂട്ടിയ ശേഷം ഇവർ പുറത്തേക്ക് കടന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീടെത്തി നടത്തിയ പരിശോധനയിലാണ് അതിനാനും മരിച്ചു എന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അതിനാൻ്റെ ശരീരത്തിൽ ഈ സെല്ലോ ടാപ്പുകളൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ സെല്ലോ ടാപ്പ് മുഖത്ത് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു സംശയം അവശേഷിക്കുന്നത്, ഒരു ദുരൂഹത ബാക്കി നിൽക്കുന്നത്. അതിൽ കൂടി ഒരു വ്യക്തത വരുത്താൻ പോലീസിന് ഈ മൊഴിയൊക്കെ ശേഖരിക്കുന്നതിന് ശേഷം കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. CCTV നേരത്തെ ഓഫ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ ആ CCTVയുടെ കണ്ണിൽ പെടാതെ എങ്ങനെ വരാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലോ മറ്റോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ചേട്ടത്തിയനിയത്തിയുടെയൊക്കെ മക്കളായതുകൊണ്ട് തന്നെ അവരൊരുമിച്ച് അവിടെ നിൽക്കാനായിട്ട് അനുവദിച്ചിരുന്നതുമാണ്. എന്നാൽ ഇയാളുടെ സ്വഭാവ ദൂഷ്യം കാരണം അവിടെ നിന്ന് ചില പൈസയൊക്കെ മോട്ടിച്ചുകൊണ്ട് പോവുകയോ അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് കേൾക്കുന്നു. ഇതൊന്നും സ്ഥിരീകരണമില്ല, ഇനി പുറത്ത് വരേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ 16 വയസ്സുള്ള കുട്ടിക്ക് അറിയാമായിരുന്നു എന്നതാണോ അയാളെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവുക? എന്തായാലും ആ പെൺകുട്ടിയെ കൊല്ലാൻ അയാൾ തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നത് എന്ന മട്ടിലാണ് കാര്യങ്ങൾ. കള്ളത്താക്കോൽ സംഘടിപ്പിക്കുന്നു, CCTV ഓഫ് ചെയ്തതായിട്ട് സംശയിക്കുന്നു. അകത്ത് കയറിയതിനു ശേഷം പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം ഇയാൾ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചും ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ പുറത്താക്കിയിരുന്നു ഇയാളുടെ സ്വഭാവ ദൂഷ്യം കാരണം എന്ന കാര്യം മാത്രമേ നിലവിൽ നാട്ടുകാർക്കും അറിയുകയുള്ളൂ. ഇനി പുറത്തു വരേണ്ടതാണ് മുഴിക്കലിലെ അരുംകൊലയ്ക്ക് ഈ 20 വയസ്സുകാരനെ പ്രേരിപ്പിച്ചത് എന്താണ്. സഹോദരികളുടെ ചേട്ടത്തിയുടെയും അനിയത്തിയുടെയും മക്കളൊക്കെ ആകുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ജീവിക്കേണ്ടതാണ്. വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു കുടുംബത്തിലാണ് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന സംഭവമായി പോയി മൂഴിക്കലിൽ സംഭവിച്ചത്. 16 വയസ്സുള്ള ആ കുട്ടി ഒരുപക്ഷെ പരീക്ഷയൊക്കെ എഴുതി റിസൾട്ടൊക്കെ കാത്തു നിൽക്കുന്ന കുട്ടിയായിരിക്കാം. വളരെ എല്ലാവരും ഉമ്മയും അതേപോലെ ഉമ്മയുടെ ഉമ്മയും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നു. വളരെ കൊഞ്ചിച്ച് വളർത്തിയ കുട്ടിയാണ്. ആ കുട്ടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗൾഫിലുള്ള പ്രവാസിയായ അച്ഛൻ അറിയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം എത്രത്തോളമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ.